വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഞാനിപ്പം റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എനിക്കൊരു ചെറിയ യാത്രയുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെയുള്ള ഞാൻ വഴിയേ പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. ബിക്കോസ് പോകാനുള്ള ട്രെയിൻ 7:15 വരുന്നത്. ഇപ്പം 6:45 കഴിഞ്ഞു. പക്ഷേ ഇറങ്ങാൻ പോവാണ്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഗെറ്റ് റെഡി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ബാക്കി വിശേഷങ്ങൾ ഞാൻ പോകുന്ന വഴി പറയാം. അപ്പോൾ ഞാനിപ്പം പോകാൻ പോകുന്നത് എൻ്റെ കോളേജിലേക്കാണ് കേട്ടോ. തിരുവല്ലയിലുള്ള പുഷ്പേരി മെഡിക്കൽ കോളേജിലാണ് ഞാൻ എൻ്റെ MBBS ചെയ്തത്. സോ രാവിലെ തന്നെ പപ്പയാണ് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത്. അങ്ങനെ അവിടെ ചെന്നു, ടിക്കറ്റൊക്കെ എടുത്തു, ട്രെയിനൊക്കെ കയറി. അങ്ങനെ ഞങ്ങൾ തിരുവല്ലയിൽ എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് അവിടുത്തെ അടുത്ത് തന്നെയുള്ള ആര്യാസിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ നേരെ കോളേജിലേക്ക് പോയി. അയ്യോ, അങ്ങനെ 5-6 മാസങ്ങൾക്ക് ശേഷം തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പസ് ആൻഡ് ഇതായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റൽ ഇതായിരുന്നു കേട്ടോ. രണ്ട് ഹോസ്റ്റലിലും ഞങ്ങൾ നിന്നിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ പുഷ്പമാർഗ്ഗമാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെയാണ് ആടിപ്പാടി ഉല്ലസിച്ച് നടന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ കാറിലാണ് കേട്ടോ വന്നത്. അങ്ങനെ കാർ ആദ്യം തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ OPയിലേക്കാണ് കേട്ടോ പോയത്. അപ്പം പ്രൊഫസേഴ്സിനെ വേണം ആദ്യം വിളിക്കാനായിട്ട്. അപ്പം OPയിൽ നല്ല തിരക്കായിരിക്കും, എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഒന്ന് വിളിക്കണം. ബിക്കോസ് ഞങ്ങൾക്ക് തിരിച്ച് ട്രെയിനിൽ പോകാനുള്ളതാണ്. ഈ കടയൊക്കെ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. ഈ ബോർഡും പുതിയതാണ്, നേരത്തെ ഉണ്ടായിരുന്ന ബോർഡും മാറ്റിയായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ, എൻട്രൻസിൻ്റെ അവിടെ ഉള്ളത്. അങ്ങനെ OPയിലൊക്കെ കയറി ഞങ്ങൾ സാർമാരെയൊക്കെ വിളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നല്ല ക്ഷീണം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കയറി ഒരു ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. നല്ല ടയർഡായിപ്പോയി കുറേ നേരം നിന്ന് വെയിറ്റ് ചെയ്തിട്ട്. പിന്നീടൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ചേഞ്ചസ് ഞങ്ങളുടെ കോളേജിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഇവർക്കിതെല്ലാം ചെയ്യാൻ തോന്നിയെന്ന് വരെ തോന്നിപ്പോയി അവിടുത്തെ മാറ്റങ്ങൾ കണ്ടിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്കാണ് പോയത്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പം അവളെ എനിക്ക് നേരിട്ട് കണ്ട് വിളിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ അവളോട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. എന്നിട്ട് പിന്നെ കരുതി അവളെയും കൂടെ കൂട്ടി ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ പോകാമെന്നുള്ളത്. അങ്ങനെ അവളെയും കൂട്ടി ഞങ്ങൾ അടുത്തുള്ള തോംസൺ ബേക്കറിയിലാണ് ലഞ്ചിന് പോയത്. ആൻഡ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ വന്നു. ആൻഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഷെസ്വാൻ നൂഡിൽസും അതുപോലെ തന്നെ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അങ്ങനെ കോളേജിന് വീണ്ടും ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഞങ്ങൾ നേരെ പോയത് അവിടെ തന്നെയുള്ള ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അവൾ പ്രത്യേകം പറഞ്ഞു വീഡിയോയിൽ അവളെ കാണിക്കരുതെന്ന്. അതുകൊണ്ടാണ് കേട്ടോ അവളെ കാണിക്കാത്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചധികം നേരം അവിടെ ഇരുന്നിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയ വഴിക്ക് ഞങ്ങൾ സ്മാർട്ട് ബസാറിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല, പക്ഷേ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറിയേക്കാം എന്ന് കരുതി കയറിയതാണ്. ചുമ്മാ കയറി ഓരോന്നൊക്കെ പരതിയിട്ട് ഇറങ്ങാമെന്ന് കരുതി. ആൻഡ് ആസ് ഓൾവേസ് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടും മസ്റ്റായിട്ടും പോകുന്നൊരു സ്പോട്ടാണ് ഇതിനകത്തുള്ള സ്റ്റേഷനറി സെക്ഷൻ. പ്രത്യേകിച്ചൊന്നും വാങ്ങില്ല, പക്ഷേ അവിടെ കയറി സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി അങ്ങ് ഇറങ്ങും. അത്രയേ ഉള്ളൂ. ഒരു മനസ്സുഖം, അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ അവിടുത്തെ ഫുഡ് സെക്ഷനിലും കയറി കുറേ സാധനങ്ങൾ എന്തൊക്കെയോ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിക്കാനൊക്കെ ആയിട്ട് വാങ്ങിച്ചു. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ചു. ഞങ്ങൾ പയ്യെ അങ്ങ് ഇറങ്ങി. പക്ഷേ ഈഴം ചവിട്ടി നിന്നത് കാരണം ട്രെയിൻ മിസ്സായി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കായംകുളത്തേക്കുള്ള ബസ് കിട്ടി. പിന്നെ അവിടുന്ന് ഡയറക്റ്റ് കൊല്ലം വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ആൻഡ് ഫൈനലി ഗൈസ്, ഞാൻ തിരിച്ച് വീട്ടിലെത്തി. സമയം 7:30 എന്തോ ആയിട്ടുണ്ട്. അയ്യോ, അപ്പം എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൊഫസേഴ്സിനെയും പിന്നെ എൻ്റെ കുറച്ച് PGസിനെയും നേരിട്ട് പോയി വിളിക്കേണ്ട കുറച്ച് നേരം ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ അവരുടെ ഒന്നും വീഡിയോ ഇടാഞ്ഞെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ പ്രിമൈസസിൽ നമ്മൾ വീഡിയോ എടുത്ത് ഇനി പ്രൈവസി കൺസേൺസ് ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അവരുടെ ഒന്നും വീഡിയോ ഇടാഞ്ഞത്. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി ഇനി കുറച്ച് പേർക്ക് എനിക്ക് പോസ്റ്റ് അയക്കാനുണ്ട് ലെറ്റർ. ആൻഡ് യെസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം, കുറേ നാളെന്ന് പറയുമ്പോൾ ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം കോളേജിലോട്ട് പോയപ്പോഴത്തേക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. കോളേജിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. സോ യെസ്, ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഇത്രയും നാൾ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് എന്നെ പഠിപ്പിച്ച പ്രൊഫസേഴ്സിനൊക്കെ അന്ന് എങ്ങനെയാണോ എന്നോട് കണ്ടത്, എന്നോട് പെരുമാറിയ ആ ഒരു സ്നേഹവും വാത്സല്യം എല്ലാം ഇത്തവണ പോയപ്പോഴും ഐ ഫെൽറ്റ് റിയലി. സോ യെസ്, ഐ വാസ് ബ്ലെസ്ഡ് ആൻഡ് ഐ ആം ബ്ലെസ്ഡ് ടു ഹാവ് ദം. അത്രയേ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.